സർ, എന്തുകൊണ്ടാണ് ഈ ഒരു ആർക്കിടെക്ചർ പ്രൊഫഷൻ തിരഞ്ഞെടുക്കാനുള്ള കാരണം? നോർമൽ ഈ ഒരു സിറ്റീസിലൂടെ ഒക്കെ ട്രാവൽ ചെയ്യാൻ ഒരുപാട് ഇഷ്ടമായിരുന്നു. സർ, ഏത് ടൈപ്പ് പ്രൊജക്റ്റിലാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്? 300+ ഇന്റീരിയർ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്റീരിയർ പ്രോജക്ട്സുകൾ റെസിഡൻഷ്യലിൽ തന്നെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. Hi, I am Shaina, a passionate interior designer. Meet architect Shakir, managing director and principal architect at Oak Architects and Interiors. അപ്പോൾ ഞാൻ ഇന്റീരിയർ ഡിസൈനിങ് പഠിക്കുന്ന സമയത്ത് സാറിൻ്റെ ഒരുപാട് പ്രൊജക്റ്റുകൾ നമ്മൾ റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാറിൻ്റെ ഓവറോൾ എക്സ്പീരിയൻസും ജേണിയൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്നെപ്പോലുള്ള യങ് ഡിസൈനേഴ്സിന് അത് ഭയങ്കര ഹെൽപ്ഫുൾ ആകും. ഓക്കെ സർ, എന്തുകൊണ്ടാണ് ഈ ഒരു ആർക്കിടെക്ചർ പ്രൊഫഷൻ തിരഞ്ഞെടുക്കാനുള്ള കാരണം? അതിന് സ്പെഷ്യൽ ആയിട്ടുള്ള വല്ല ഇൻസ്പിറേഷൻ ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ BArch ആണ് കോഴ്സ് വരുന്നത്. ബാച്ചലർ ഓഫ് ആർക്കിടെക്ചർ ആണ് നമ്മൾ +2 കഴിഞ്ഞതിന് ശേഷം നോർമൽ സ്കൂളിങ് കഴിഞ്ഞിട്ട് നമ്മൾ ഡിഗ്രി സ്റ്റാർട്ട് ചെയ്യുന്നത്. ആക്ച്വലി ആ സമയത്തല്ല, അതിൻ്റെ മുമ്പ് തന്നെ നമ്മൾ സ്കൂളിങ് ടൈം ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരുപാട് ട്രാവൽ ചെയ്യുമായിരുന്നു. നമ്മൾ നോർമൽ ടൂർ പോകുന്ന ആ ഒരു കാര്യങ്ങൾ തന്നെ. അപ്പോൾ നോർമൽ ഈ ഒരു സിറ്റീസിലൂടെയൊക്കെ ട്രാവൽ ചെയ്യാൻ ഒരുപാട് ഇഷ്ടമായിരുന്നു ആ സമയത്ത് തന്നെ. ഇപ്പോൾ നമ്മൾ ഏതൊരു സിറ്റിനെ കുറിച്ച് നമ്മൾ ഒന്ന് കണ്ണടച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ ആ സിറ്റിയിലുള്ള ഒരു ബിൽഡിങ്സിൻ്റെ ഒരു സ്കൈ ലൈനാണ് നമ്മളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത്. സോ ഒരു സിറ്റിയുടെ ഒരു ഇംപ്രഷൻ ഉണ്ടാക്കുന്നത് വരെ അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് ബിൽഡിങ്സിനെ വെച്ചിട്ടാണ്. ആ ഒരു സമയത്ത് തന്നെ ആക്ച്വലി ഒരു ഡിസൈൻ എന്നുള്ളൊരു സംഭവത്തിനോട് കുറച്ച് പാഷനേറ്റ് ആയിരുന്നു. എന്ന് പറഞ്ഞിട്ട് ഒരു ആർക്കിടെക്റ്റ് ആവണം എന്നുള്ള ഒരു ഇതിലല്ല എങ്കിൽ പോലും നമുക്ക് ഇങ്ങനെ ട്രാവലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കാണുന്ന ഓരോ ബിൽഡിങ്സിലൊക്കെ വിസിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ കയറാനോ, ഈവൻ ഡൽഹിയിലൊക്കെ പോകുന്ന സമയത്ത് പഴയ മോണുമെൻറ്റ്സ്, താജ്മഹൽ പോലത്തെയൊക്കെ ഗ്രേറ്റ് സ്ട്രക്ചേഴ്സാണ് കാണുന്നത്. അപ്പോൾ ആ സമയത്ത് തന്നെ ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതും അല്ലെങ്കിൽ എന്താണ് അതിൻ്റെയൊക്കെ ഒരു ഡിസൈനിൽ വരുന്ന കാര്യങ്ങൾ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒരു സ്ട്രക്ചേർഡ് അല്ലെങ്കിൽ പോലും ഉള്ളിൽ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ ആ ഒരു സമയത്തൊന്നും ആക്ച്വലി കേരളത്തിൽ ആർക്കിടെക്ചർ എന്ന് പറയുമ്പോൾ തിരിച്ച് അഗ്രികൾച്ചറോ എന്ന് ചോദിച്ചിരുന്ന ഒരു കാലഘട്ടമാണത്. അതായത് അപ്പോൾ അത്ര തന്നെ ഒരു ഫ്ലറിഷ്ഡ് അല്ല ആർക്കിടെക്ചർ എന്ന് പറയുന്ന സംഭവം. കൺസ്ട്രക്ഷനൊക്കെ നോർമലി സിവിൽ എഞ്ചിനീയേഴ്സും കോൺട്രാക്ടേഴ്സും ഒക്കെയാണ് നോർമൽ കൺസ്ട്രക്ഷൻസൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു ടൈമാണത് ആക്ച്വലി. ഈവൻ കേരളത്തിൽ പറയുകയാണെങ്കിൽ തന്നെ എൻ്റെ ഒരു ഓർമ്മയിലൊരു 4 BArch ഉള്ള കോളേജുകൾ, ഒരു 4 കോളേജസൊക്കെ ഉള്ളൂ കേരളത്തിൽ വരുന്നത്. അങ്ങനെ പിന്നെ ഒന്നുകൂടെ പുറത്തൊക്കെ പോയിട്ട് പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. ഇപ്പോൾ +2 കഴിഞ്ഞിട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ കുറച്ചൊക്കെ ട്രാവലിംഗ് മോഹങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ ബാംഗ്ലൂരിൽ അങ്ങനെ ഒരു കോളേജിലാണ് ആക്ച്വലി BArch സ്റ്റാർട്ട് ചെയ്യുന്നത്. ബാംഗ്ലൂർ അടുത്ത് ഹൊസൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ ഒരു എയ്സ് അതിയമ്മാൻ കോളേജ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ BArchന് ജോയിൻ ചെയ്തു. പിന്നെ ഒരു 5 വർഷം അവിടെ തന്നെയായിരുന്നു. 5 വർഷത്തെ കോഴ്സാണ് നമുക്ക് ടോട്ടൽ വരുന്നത്. അങ്ങനെ ആണ് ഒരു ആർക്കിടെക്ചറിൻ്റെ തുടക്കം. സാറിൻ്റെ സ്റ്റഡീസിന് ശേഷം സാറിൻ്റെ ഒരു പ്രൊഫഷണൽ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? അവിടുന്ന് എങ്ങനെയാണ് ഓക്ക് ആർക്കിടെക്ട്സ് ആൻഡ് ഇൻറ്റീരിയർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കോൺസെപ്റ്റിലോട്ട് എത്തിപ്പെടുന്നത്? BArch കഴിയുന്നത് ആക്ച്വലി ഇപ്പോൾ +2 കഴിഞ്ഞ സമയത്ത് പുറത്തൊക്കെ പോകണം എന്നുള്ള ഭയങ്കര ആഗ്രഹം ഉണ്ടെങ്കിലും ഒരു 3rd year ഒക്കെ ആയി തുടങ്ങിയപ്പോൾ തന്നെ ആ ഒരു മോഹമൊക്കെ ലൈക്ക് നാടിനോടുള്ള അറ്റാച്ച്മെൻറ്റ് നമുക്ക് അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. നമ്മളുടെ ഒരു സ്കൂളും അല്ലെങ്കിൽ സ്കൂളിലെ ഫ്രണ്ട്സിനൊക്കെ ഒരുപാട് ആ സമയത്ത് നമ്മൾ കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോരണം അല്ലെങ്കിൽ നാട്ടിൽ വർക്ക് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമൊക്കെ ആ സമയത്ത് തന്നെ നമ്മളൊരു 3rd year ഒക്കെ ഒരു 3 കൊല്ലം ബാംഗ്ലൂരൊക്കെ നിന്നു. ഏകദേശമൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇപ്പോൾ അവിടെ ഒക്കെ മനസ്സിലായ സമയത്ത് അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു. എന്നാലും കോഴ്സ് കഴിഞ്ഞ ഉടനെ ബാംഗ്ലൂർ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് ബാംഗ്ലൂരാണ് നിയറസ്റ്റ് ടൗൺ വരുന്നത്, അല്ലെങ്കിൽ ബാംഗ്ലൂർ തന്നെ ആയിരുന്നു ആ സമയത്ത്. സോ 5th year കഴിഞ്ഞ് നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് അവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അവിടെ ഡിസൈൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫേമിൽ ഒരു സാറുടെ കൂടെ ഒരു ജൂനിയർ ആർക്കിടെക്റ്റ് ആയിട്ട് ജോയിൻ ചെയ്തു. ഒരു 1 year അവിടെ വർക്ക് ചെയ്തു. 1 year വർക്ക് ചെയ്യുന്ന സമയത്ത് നാട്ടിലേക്ക് പോരാൻ ഭയങ്കര ആഗ്രഹമായി. പിന്നെ ലൈക്ക് നാടുമായിട്ട് ഒരു 5 കൊല്ലം നാടുമായിട്ട് വിട്ട് നിൽക്കുന്നതാണ്. വീടൊക്കെ മിസ് ചെയ്ത് തുടങ്ങിയ സമയത്ത് നാട്ടിൽ ജോബ് അന്വേഷിച്ചിരുന്നു. അപ്പോൾ ജോബ് നാട്ടിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഷിഫ്റ്റ് ചെയ്യാം എന്നുള്ളതായിരുന്നു ഒരു പ്ലാൻ ഉണ്ടായിരുന്നത്. അങ്ങനെ
ആർക്കിടെക്ചർ ഫേമുകളിലൊക്കെ നോക്കുന്ന സമയത്തൊന്നും അത്ര ഓപ്പർച്യൂണിറ്റീസ് നാട്ടിൽ ഉണ്ടായിരുന്നില്ല. ആ ടൈം പീരീഡിൽ കുറവായിരുന്നു ബേസിക്കലി. ആ സമയത്ത് ഓപ്പർച്യൂണിറ്റി വന്നത് ആർക്കിടെക്ചർ കോളേജുകൾ, ഞാൻ പറഞ്ഞല്ലോ നമ്മൾ പഠിക്കാൻ പോകുന്ന സമയത്തൊന്നും കോളേജുകൾ വളരെ കുറവായിരുന്നു. പിന്നെ ഒരു 5 കൊല്ലം കഴിഞ്ഞപ്പോൾ പുതിയ കോളേജുകൾ ആർക്കിടെക്ചറിൻ്റെ ഒരു ഡിമാൻഡൊക്കെ വെച്ചിട്ട് കുറേ കോളേജുകൾ വന്നു തുടങ്ങി. അപ്പോൾ ഈ കോളേജുകളിൽ ആക്ച്വലി ഫാക്കൽറ്റീസ് കുറവായിരുന്നു. അങ്ങനെ ഓഫർ വന്നത് അന്വേഷിച്ച സമയത്ത് ഒരു കോളേജിൽ പഠിപ്പിക്കാൻ ആൾ വേണം എന്നുള്ള ഒരു ഓഫറാണ്. ഈവൻ ടീച്ചിങ്ങും അല്ലെങ്കിൽ ടീച്ചിങ് പാഷനേറ്റ് അല്ലെങ്കിൽ പോലും നമുക്കിങ്ങനെ ആൾക്കാർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം എന്നുള്ളത് ഓൾറെഡി ഒരു ശീലമായിരുന്നു. അപ്പോൾ എന്തായാലും നാട്ടിലേക്ക് പോരാനുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ആ ഒരു ജോബാണ് ഫസ്റ്റ് ഇതാകുന്നത്. അങ്ങനെയാണ് നമ്മളൊരു സ്റ്റുഡൻസ് കമ്മ്യൂണിറ്റിയിലേക്ക് ഒരു ഇൻട്രാക്ഷനൊക്കെ ആയിട്ട് നമ്മൾ ഇൻവോൾവ് ആവുന്നത്. അങ്ങനെ ഒരു നാട്ടിലുള്ള ഒരു കോളേജിൽ ഒരു അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് ജോയിൻ ചെയ്തു. അങ്ങനെ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് അത്രത്തോളം ഒരു എന്താ പറയുക, നമ്മളുടെ കയ്യിലുള്ള സംഭവങ്ങൾ കൂടുതൽ പുറത്തെടുക്കാൻ പറ്റാത്ത രീതിയിലാണ് ആ ഒരു ജോബ് വരുന്നത്. നമ്മുടെ ഓൾറെഡി ഉള്ളൊരു സിലബസാണ്, അതിലെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നു, ടൈമും കുറേ അവൈലബിൾ ആണ്. ഒരു 4 o'clock ഒക്കെ ആവുന്ന സമയത്ത് തന്നെ ക്ലാസ് കഴിയും. പിന്നെ 4 to ബാക്കിയുള്ള ടൈം ഫ്രീ ആണ്. മാത്രമല്ല നമുക്ക് ഒരുപാട് ഹോളിഡേയ്സും വരും. ഇപ്പോൾ നോർമൽ ഗവൺമെൻറ് ഹോളിഡേയ്സൊക്കെ അന്നും ലീവാണ്. അപ്പോൾ ഒരുപാട് സമയവും ബാക്കിയുണ്ട്. മാത്രമല്ല നമ്മളുടേതായ രീതിയിൽ നമ്മളൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ അതിന് മുമ്പ് ഒരു വർഷത്തോളം ബാംഗ്ലൂരിൽ പ്രോജക്ട്സുകളിൽ ഇൻവോൾവ് ആയിരുന്നല്ലോ. സോ അങ്ങനെയാണ് നമുക്ക് നാട്ടിൽ ടൈമും കൂടെ ഉണ്ടായതുകൊണ്ട് പാരലലി ഒരു ചെറിയ രീതിയിൽ വർക്കുകളും സ്റ്റാർട്ട് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് 2015 ആണ്, ഓൾമോസ്റ്റ് ഇപ്പോൾ 9 വർഷമായി. 2015 നമ്മൾ പെരിന്തൽമണ്ണയിൽ ഓക്ക് ആർക്കിടെക്ട്സ് ആൻഡ് ഇൻറ്റീരിയേഴ്സ് എന്ന് പറയുന്ന ഫേം തുടങ്ങുന്നത് ഞാൻ ഒറ്റയ്ക്കായിരുന്നില്ല. അപ്പോൾ നമ്മളുടെ കൂടെ എപ്പോഴും കൂടുള്ള ആൾക്കാർ അന്ന് ഞങ്ങൾ അങ്ങനെ ഒരു 3-4 പേര് കൂടിയിട്ട് ഫേം തുടങ്ങി. അപ്പോൾ അതിൽ നമ്മളുടെ ടീമിൽ അന്ന് ഞാൻ മാത്രമാണ് ആർക്കിടെക്റ്റ് ആയിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ ആർക്കിടെക്ചറൽ സൈഡ് ഞാൻ ഡീൽ ചെയ്യുന്നു, ബാക്കിയുള്ള കാര്യങ്ങൾ ബാക്കിയുള്ളവർ ഡീൽ ചെയ്യുന്നു. ആ രീതിയിലാണ് തുടങ്ങിയത്. പിന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ ഓരോ കാര്യങ്ങളും ഡെവലപ്പ് ചെയ്തു വന്നു. ഇന്ന് ഈ ഒരു കാണുന്ന സ്റ്റേജിലെത്തി. ഒരുപാട് ആർക്കിടെക്റ്റ് ആൻഡ് ഇന്റീരിയർ ഡിസൈൻസ് ഫേംസ് ഉണ്ട്. ഇതിൽ നിന്നും എങ്ങനെയാണ് ഓക്ക് ആർക്കിടെക്റ്റ് ആൻഡ് ഇന്റീരിയേഴ്സ് യുണീക്ക് ആവുന്നത്? ഓക്ക് ആർക്കിടെക്ട്സ് ആൻഡ് ഇൻറ്റീരിയേഴ്സ് 4 കോർ വാല്യൂസിൻ്റെ പുറത്താണ് വർക്ക് ചെയ്യുന്നത്. അതിൽ നമുക്ക് തന്നെ ഏറ്റവും ആയിട്ടുള്ള ഒരു കോർ വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ ടൈലേർഡ് എക്സ്പീരിയൻസ് എന്നുള്ളതാണ്. സോ ടൈലറിങ് എന്ന് പറയുന്നത് നമ്മൾ ഡ്രസ്സിന് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് പൊതുവേ. അതായത് ഒരാളുടെ ഒരു സൈസിനനുസരിച്ച് കൃത്യമായിട്ട് അയാൾക്ക് ഫിറ്റാവുന്ന രൂപത്തിൽ നമ്മൾ ഒരു ഡ്രസ്സ് ടൈലർ ചെയ്യുന്നു. അതുപോലെ തന്നെ അയാൾ ഉപയോഗിക്കുന്ന സ്പേസും അയാളുടെ ഒരു ലൈഫ് സ്റ്റൈലിനും അതുപോലെ തന്നെ അയാളുടെ ഒരു സ്വഭാവ രീതിക്കും അയാൾ ഉദ്ദേശിക്കുന്ന രീതിയിലും നമുക്ക് യുണീക്കായിട്ട് ചെയ്തു കൊടുക്കുക എന്നുള്ളത്, അയാൾക്ക് വേണ്ടിയിട്ട് കസ്റ്റമൈസ് ചെയ്ത് സ്പേസുകൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു പ്രത്യേകത. ലൈക്ക് അത് പറയാനുള്ളൊരു കാരണം എന്ന് വെച്ചാൽ ഓരോ ആൾക്കാരും നമ്മൾ ഡീറ്റെയിലിൽ നോക്കിക്കഴിഞ്ഞാൽ ഓരോ ആൾക്കാരും ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ സെയിം ലൊക്കാലിറ്റിയിൽ താമസിക്കുന്ന അടുത്തടുത്തുള്ള 2 വീട്ടിൽ താമസിക്കുന്ന 2 ആൾക്കാരാണെങ്കിൽ പോലും ബൈ ലൊക്കേഷൻ അല്ലെങ്കിൽ ബൈ ജെൻഡർ അല്ലെങ്കിൽ ബൈ എന്താ പറയുക കൾച്ചറൊക്കെ സെയിം ആണെങ്കിൽ പോലും അവർ രാവിലെ എഴുന്നേൽക്കുന്ന സമയം ഡിഫറെൻ്റ് ആയിരിക്കും. രാവിലെ എഴുന്നേറ്റ ഉടനെ അവർ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ ചില ആൾക്കാർക്ക് ഒരു മേ ബി ഒരു ഹാഫ് ആൻ അവർ കുറച്ചും കൂടി ഒരു പീസ്ഫുള്ളായിട്ട് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് കുറച്ച് നേരം ഇരിക്കാനായിരിക്കും ചിലവർ പ്രിഫർ ചെയ്യുന്നത്. ടോട്ടലി ഡിഫറെൻ്റ് ആയിരിക്കും വേറൊരാൾ. ചില ആൾക്കാർ എണീറ്റ ഉടനെ തന്നെ ചിലപ്പോൾ ഒന്ന് വർക്കൗട്ടൊക്കെ ചെയ്യാനും എക്സസൈസ് ചെയ്യാനായിരിക്കും ചില ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത്. സോ ടോട്ടലി വളരെ നിയറസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ നോക്കുകയാണെന്നുണ്ടെങ്കിലും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ നമുക്ക് കാണാൻ പറ്റും ഇൻ ഡീറ്റെയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. സോ ആ ഒരു ഡീറ്റെയിൽ എന്താണെന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി ഇപ്പോൾ ചായ കുടിച്ചിരിക്കേണ്ട ഒരാൾക്കാണെങ്കിൽ അതിന് പറ്റിയൊരു സ്പേസ് അവിടെ പ്രൊവൈഡ് ചെയ്യണം നമ്മൾ. അയാൾക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടോ അല്ലെങ്കിൽ അയാളുടെ ആ ഒരു ഡേ അയാൾ ഏറ്റവും എന്താ പറയുക ഒരു മീ ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരു സ്പേസ് ചിലപ്പോൾ അതായിരിക്കും. അപ്പോൾ അതിന് പറ്റിയൊരു സ്പേസ് അയാൾക്കും പ്രൊവൈഡ് ചെയ്യണം. നമ്മൾ നേരത്തെ പറഞ്ഞ തൊട്ടടുത്ത ആൾ വർക്കൗട്ട് ചെയ്യാനാണ് രാവിലെ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ അയാൾക്ക് കുറച്ചും കൂടെ എഫക്റ്റീവ് ആവുന്ന രീതിയിൽ വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന സ്പേസുകളും നമ്മൾ ഇയാൾക്ക് വേണ്ടിയിട്ടും പ്രൊവൈഡ് ചെയ്യണം. സോ ഓരോ ആൾക്കാരെ മനസ്സിലാക്കി അവരുടെ ലൈഫ് സ്റ്റൈൽ മനസ്സിലാക്കി അവർക്ക് എന്താണോ വേണ്ടത് അതിനെ കസ്റ്റമൈസ് ചെയ്തിട്ട് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. എഗെയിൻ ഇതുപോലെ തന്നെയാണ് നമ്മളുടെ പ്രോജക്റ്റ് സൈറ്റുകളും. ഓരോ ലാൻഡ് ഫോമുകളും പല തരത്തിലാണുള്ളത്. ഇപ്പോൾ നമ്മളുടെ തൊട്ടടുത്ത 2 സൈറ്റുകൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ടോട്ടലി ഡിഫറെൻ്റ് ആയിരിക്കും. സോ ഒരു ആക്സസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ചില സൈറ്റുകളിൽ ഒരുപാട് മരങ്ങളുണ്ടാവും,
ചില ഭാഗത്ത് കല്ലുകളായിരിക്കും, അല്ലെങ്കിൽ വാട്ടർ ബോഡി ഉണ്ടാവും, വാട്ടർ ലോഗിങ് ഏരിയാസ് ഉണ്ടാവും. സോ എന്താണോ ആ സൈറ്റിൽ ഫീച്ചേഴ്സായിട്ട് വരുന്നത്, ഈ സൈറ്റ് ഫീച്ചേഴ്സിനെയും കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമ്മൾ ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ്. സോ ബേസിക്കലി നമ്മളുടെ ക്ലയൻറ്റ് യുണീക്ക് ആയിട്ടുള്ള ഒരാളാണ്, നമ്മുടെ സൈറ്റും യുണീക്കാണ്. സോ ഇതിനെ രണ്ടിനെയും നമ്മൾ റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് യുണീക്കായിട്ടുള്ള ഒരു ഡിസൈന് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ആ ഒരു സംഭവമാണ് നമ്മൾ ഫോളോ ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ നമ്മളൊരു പ്രൊജക്റ്റിൻ്റെ കാര്യത്തിലാണ് നമ്മൾ പറഞ്ഞത്. പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് നമ്മളുടെ ടീമിനാണ്. ഇപ്പോൾ ഫ്രഷറായിട്ട് ഒരാൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാലും അയാൾക്ക് വേണ്ട എല്ലാ ട്രെയിനിങ്ങും നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഒരു ടീം മെമ്പറായിട്ടാണ് നമ്മൾ പുതിയതായിട്ട് നമ്മളുടെ ടീമിലേക്ക് ജോയിൻ ചെയ്യുന്ന ഒരാളെയും നമ്മൾ കൺസിഡർ ചെയ്യാറുള്ളത്. അപ്പോൾ അയാൾക്ക് എന്താണോ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടത്, ഇപ്പോൾ പൊതുവേ നമ്മൾ കാണാറുള്ളത് ഇപ്പോൾ CAD സെൻറ്ററുകളിൽ നിന്നൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ചിട്ട് സോഫ്റ്റ്വെയർ സ്കില്ലുള്ള ആൾക്കാർ നമുക്ക് ഒരുപാട് ആൾക്കാർ ജോയിൻ ചെയ്യാറുണ്ട്. അപ്പോൾ അവർക്ക് സോഫ്റ്റ്വെയർ സ്കില്ല് നന്നായിട്ട് ഉണ്ടാവും, പക്ഷേ അവർക്ക് കുറച്ചും കൂടെ തിയറി ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ചിലപ്പോൾ അത്ര തന്നെ അവർ ഫോർവേഡ് ആയിക്കൊള്ളണം എന്നില്ല. കാരണം കൂടുതലും അവർ ഫോക്കസ് ചെയ്യുന്നത് ചിലപ്പോൾ 6 monthsലൊക്കെ സോഫ്റ്റ്വെയർ പഠിക്കുന്ന ആൾക്കാർ നമുക്ക് ഡ്രാഫ്റ്റ്മാൻ ആയിട്ടൊക്കെ വരാറുണ്ട്. സോ ഈ ഒരു കേസിൽ അവർക്ക് വേണ്ട തിയറിറ്റിക്കൽ നോളജ്, ഒരു ഡിസൈൻ ചെയ്യാൻ ആക്ച്വലി ഈ ഒരു സോഫ്റ്റ്വെയർ ഈസ് എ ടൂൾ. സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് നമ്മൾക്ക് ഡിസൈൻ ചെയ്യാനുള്ള ഒരു ടൂൾ മാത്രമാണ്. എങ്ങനെ ഡിസൈൻ ചെയ്യണം എന്നുള്ളതും നമുക്ക് എത്രത്തോളം ക്രിയേറ്റീവ് ഐഡിയാസ് വരിക എന്നുള്ളതും നമുക്ക് ഈ ഒരു ഡിസൈനിൻ്റെ പ്രിൻസിപ്പിൾസിനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബേസിക് തിയറിനെ കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാകുമ്പോഴാണ്. സോ ഈ ഒരു കാര്യങ്ങളും നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ഓരോ പ്രൊജക്റ്റ് വരുമ്പോഴും നമ്മളുടെ കോൺസെപ്റ്റ് എന്താണെന്നുള്ളതും ആ ഒരു കോൺസെപ്റ്റിൻ്റെ പുറത്ത് എങ്ങനെയാണ് നമ്മൾ ഈ ഡിസൈൻ ഡെവലപ്പ് ചെയ്യുന്നതെന്നുള്ളതും അതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന തിയറീസ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ കൃത്യമായിട്ട് നമ്മൾ ഒരു ട്രെയിനിങ് പോലെ തന്നെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. സർ, ഏത് ടൈപ്പ് പ്രൊജക്റ്റിലാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യണത്? ഇപ്പോൾ സർ വർക്ക് ചെയ്യുന്ന ഈ ഒരു ടൈം പീരീഡിൽ ഒരുപാട് പ്രൊജക്റ്റുകൾ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ഇതിൽ ഏറ്റവും മേജർ ആയിട്ടുള്ള പ്രൊജക്റ്റ് ഏതൊക്കെയാണ്? ആക്ച്വലി കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് റെസിഡൻഷ്യൽ പ്രോജക്ട്സിൽ തന്നെയാണ്. നമ്മൾ ഇപ്പോൾ ഒരു 300+ ഇപ്പോൾ ഇൻറ്റീരിയറൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻറ്റീരിയർ പ്രോജക്ട്സുകൾ റെസിഡൻഷ്യലിൽ തന്നെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ടോട്ടൽ ഒരു അറ്റ് എ ടൈം ഓൺഗോയിങ്ങിൽ ഒരു 50+ പ്രോജക്ട്സ് ഒക്കെ നമ്മളിപ്പോൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അഗെയിൻ നമ്മൾ ഒരു ഏറ്റവും ബെസ്റ്റ് പ്രോജക്റ്റ് അല്ലെങ്കിൽ ഒരു അങ്ങനെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ റെസിഡൻഷ്യലിൽ പറയാനുള്ളത് നമ്മൾ ഇത്രയും കാലം ചെയ്തതിൽ ഏറ്റവും ചെറിയ പ്രൊജക്റ്റാണ് നമ്മൾ ഏറ്റവും നല്ല പ്രൊജക്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ബിക്കോസ് നമുക്കൊരു 3 സെൻറ്റിൽ അത്യാവശ്യം റിക്വയർമെൻറ്റ്സ് വേണ്ട ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ 3 സെൻറ്റിൽ ഇത്രയും റിക്വയർമെൻറ്റ്സ് പറ്റുമോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ, കുറച്ച് ഫിനാൻഷ്യലി അത്ര തന്നെ സൗണ്ട് അല്ലാത്ത ഒരു ആളായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് അവരുദ്ദേശിക്കുന്നതിലും കൂടുതൽ സ്പേസ് ഓരോ റൂംസിനും കൊടുത്തത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു 3 സെൻറ്റിൻ്റെ പ്ലോട്ടിൻ്റെ അകത്ത് നല്ലൊരു റെസിഡൻസ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ആക്ച്വലി നമ്മൾ വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് തന്നെ നമ്മൾ കരിയറിൽ കരുതുന്നത്. സർ, ഒരു ആംഗിൾഡ് സ്പേസിൽ വരുന്ന ഒരു പ്രൊജക്റ്റ് ഉണ്ടായിരുന്നില്ലേ? യെസ്. അതിന്റെ പ്ലാനും അതുപോലെ തന്നെ ബേസിക് പ്രിൻസിപ്പിൾസ് ഒക്കെ ഞാൻ റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു പ്രൊജക്റ്റിന്റെ ഭാഗമായിട്ട്. ആക്ച്വലി അതൊരു സൈറ്റ് തന്നെ അങ്ങനെ ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് സൈറ്റ് വരുന്നത്. അപ്പോൾ ആ ഒരു സൈറ്റിനെ റെസ്പോണ്ട് ചെയ്യുന്ന രീതിയിലാണ് ആ ഒരു ടോട്ടൽ പ്രോജക്റ്റ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത് റെസിഡൻഷ്യൽ പ്രൊജക്റ്റുകളാണ്. കൊമേഴ്ഷ്യൽ ഏരിയയിൽ ഏതൊക്കെ ടൈപ്പ് പ്രൊജക്റ്റുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്? ആക്ച്വലി റെസിഡൻസ് അല്ലാണ്ട് നമ്മൾ ലൈക്ക് റിസോർട്ട് പ്രോജക്റ്റുകൾ ചെയ്തിട്ടുണ്ട്, ഹോസ്പിറ്റൽ പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ട്, ഒരു IT ഫേമിൻ്റെ പ്രോജക്റ്റ് ചെയ്യുന്നുണ്ട്, പിന്നെ പ്രൊഫിൻസ് ക്യാമ്പസ് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. എല്ലാ ടൈപ്പ് ഓഫ് പ്രോജക്ട്സും നമ്മൾ ആക്ച്വലി ചെയ്യുന്നുണ്ട്. കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഒന്നുകൂടെ റെസിഡൻഷ്യൽ പ്രോജക്ട്സിലേക്കാണെന്നുള്ളൂ. ദെൻ ഗ്രാൻഡ് ഹോം, അതുപോലെ പെൻഡിയം വില്ലാസിൽ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. ദെൻ ഹോം സ്റ്റെഡ് അപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ എഗെയിൻ റെസിഡൻഷ്യലാണ്, ബട്ട് സ്റ്റിൽ ഹോം സ്റ്റെഡിലൊക്കെ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പ്രൊഫിൻസ് പറയുകയാണെങ്കിൽ ഇറ്റ്സ് വൺ ഓഫ് ദ CACMA ക്യാമ്പസ് ഇൻ പെരിന്തൽമണ്ണ. ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ക്യാമ്പസാണ്, അത് നമ്മളാണ് ചെയ്തത്. സാറിൻ്റെ ഇത്രയും കാലത്തെ ഒരു എക്സ്പീരിയൻസ് യങ് ഡിസൈനേഴ്സിൻ്റെ അടുത്ത് എന്താണ് സാറിന് പറയാനുള്ളത്? ആക്ച്വലി യങ് ഡിസൈനേഴ്സിൻ്റെ കയ്യിൽ നിന്ന് നമുക്കാണ് കുറേ കാര്യങ്ങൾ പഠിക്കാനുള്ളത്. കാരണം ഇപ്പോൾ ഭയങ്കര വൈബ് ജനറേഷനാണ് ഇപ്പോഴത്തെ പിള്ളേരൊക്കെ കൂടുതൽ വരുന്ന ഓഫീസിലേക്ക് ജോയിൻ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ. ബട്ട് സ്റ്റിൽ നമ്മളിപ്പോൾ കുറച്ചൊരു ട്രഡീഷണൽ മെത്തേഡുകൾ നോക്കുകയാണെങ്കിൽ തന്നെ ഒരു ഡിസൈൻ ക്വാളിറ്റി കുറേയൊക്കെ ഇപ്പോൾ വെബിൽ നോക്കിയിട്ട് വെബ്സൈറ്റുകൾ നോക്കിയിട്ട് അതുപോലത്തെ ഡിസൈനുകൾ ഒരുപാട് കാണുന്നുണ്ടോ
എന്നൊരു സംശയമുണ്ട്. സോ ഒന്നും കൂടെ പാഷനേറ്റ് ആയിട്ട് നമ്മളുടെ ഒരു കയ്യൊപ്പ് ഓരോ പ്രോജക്റ്റിലും വേണം എന്നുള്ളൊരു ഒരു നിർബന്ധം എല്ലാവർക്കും ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ ഒരുപാട് നല്ല പ്രോജക്ട്സുകൾ വരാൻ സാധ്യതയുണ്ട്. സോ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ലൈക്ക് എല്ലാവരും ഭയങ്കര സോഫ്റ്റ്വെയർ ഓറിയൻറ്റഡ് ആണ് ഈ ഒരു കാലഘട്ടം. ഐ തിങ്ക് ഭയങ്കര പുതിയ സോഫ്റ്റ്വെയർ ടെക്നിക്ക് എന്താണ്, സോഫ്റ്റ്വെയർ സ്കില്ല് എന്താണ്, ഇതൊക്കെ പഠിക്കാനാണ് കൂടുതൽ ആൾക്കാരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറ്റ്സ് ഗുഡ് ആക്ച്വലി, നല്ലതാണ്. ഇപ്പോൾ പണ്ട് നമ്മൾ കൈകൊണ്ട് സ്കെച്ച് ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ ടോട്ടലി ഡിജിറ്റൽ ആർട്ടും അല്ലെങ്കിൽ സോഫ്റ്റ്വെയർസൊക്കെ ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. നല്ലൊരു അപ്ഡേഷൻസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് ഒപ്പം നിലനിർത്തുന്നതോടുകൂടി തന്നെ സോഫ്റ്റ്വെയറിൻ്റെ കൂടെ ഡിസൈനിൻ്റെ ഒരു ബേസിക് ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ സോഫ്റ്റ്വെയർ പഠിക്കുന്ന കൂടെ തന്നെ ഡിസൈൻ തിയറീസിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കണം എല്ലാവരും. കാരണം ഡിസൈൻ തിയറിയിലാണ് ഇപ്പോൾ കുറച്ച് ആൾക്കാരെ പുറകിൽ, അതായത് എങ്ങനെ ഡിസൈൻ ചെയ്യണം എന്നുള്ളത് അറിയാം, കാരണം സോഫ്റ്റ്വെയർ അറിയാം, പക്ഷേ എന്തിന് ഡിസൈൻ ചെയ്യണം എന്നുള്ളതാണ് ആൾക്കാർക്ക് അറിയാത്തത്. ഇപ്പോൾ ഒരു ബെഡ്റൂം കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ബെഡ്റൂമിൻ്റെ അകത്ത് ഏത് കളറാണ് യൂസ് ചെയ്യേണ്ടത്, ഏത് കളറും ആവാം. അല്ലെങ്കിൽ ക്ലൈൻറ്റ് പറയാണ് ഇപ്പോൾ ഈ ഒരു കളറ് വേണ്ട നമുക്ക് മാറ്റാമെന്ന് പറഞ്ഞാൽ ലൈക്ക് ദേ ആർ ഓക്കെ അങ്ങനെയാണെങ്കിൽ മാറ്റാം. അതിന് പകരം ഈ ഒരു കളറ് ഞാൻ ഉപയോഗിച്ചത് ഇന്ന റീസൺ കൊണ്ടാണ്, അതിന് അവിടെ ഇങ്ങനെ ഉപയോഗിക്കാൻ ഇന്ന കാരണങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ ശരിക്ക് നമ്മുടെ കോൺസെപ്റ്റ് എന്താണോ, ഒരു ഡിസൈനറുടെ മനസ്സിലുള്ള ആശയം എന്താണോ അത് ക്ലയൻറ്റിനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അത് ക്ലയൻറ്റ് സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ അതുമായിട്ട് മുന്നോട്ട് പോകുകയാണ് വേണ്ടത്. അല്ലാണ്ട് നമുക്ക് ഒറ്റനോട്ടത്തിൽ ഇഷ്ടമായില്ല എന്ന് പറയുമ്പോൾ അത് ടോട്ടലി മാറ്റാം എന്നുള്ളൊരു ഡിസിഷനിൽ വരുന്നത് ബിക്കോസ് അത് വല്ലാണ്ട് അതിൽ തിങ്ക് ചെയ്യാണ്ട് ഡിസൈൻ ചെയ്യുന്ന ഒരു സമയത്താണ്. സോ അത് ആ ഒരു കാര്യം മാറ്റി കൂടുതൽ തിയറി ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ കാര്യങ്ങൾ ഡിസൈനുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഒരുപാട് ഇൻറ്റീരിയർ ഡിസൈൻ പ്രോജക്റ്റുകൾ നന്നായിട്ട് ചെയ്യാൻ പറ്റും. സാറിൻ്റെ വാല്യുബിൾ ടൈം ഞങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിന് താങ്ക് യു സോ മച്ച്. അപ്പോൾ സാറിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ കിട്ടിയിട്ടുള്ള ഈ ഓവറോൾ ഒരു ഇൻഫർമേഷൻസും എക്സ്പീരിയൻസും എന്നെപ്പോലുള്ള യങ് ഡിസൈനേഴ്സിനൊക്കെ ഒരുപാട് ഇൻസ്പിറേഷനാണ്. നിങ്ങളെപ്പോലത്തെ യങ്സ്റ്റേഴ്സിനോട് സംസാരിക്കുമ്പോൾ ആക്ച്വലി നമ്മളാണ് ഇൻസ്പയർഡ് ആവുന്നത്. കൂടുതൽ പുതിയ ടെക്നോളജീസും പുതിയ മെത്തേഡുകളൊക്കെ പഠിക്കുന്നത് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്നാണ്. ഭയങ്കര ഒരു വൈബുള്ള ജനറേഷനാണല്ലോ നിങ്ങൾ. അപ്പോൾ ആ ഒരു വൈബ്രൻസി നമുക്ക് കിട്ടുന്നത് നിങ്ങളുടെ ജനറേഷനോട് സംസാരിക്കുമ്പോഴാണ് ആക്ച്വലി. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്.